അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, അസ്സുംതു സയ്യിദുൽ അഖ്ലാഖ്. മൗന പാലിക്കಡೆ അകത്തെത്താണ്ട് യാറ പലക്കവരെയാണ്ട് മൗന പാലിച്ചുകൊണ്ട് ജീവിക്കുന്നത് അത് സയ്യിദുൽ അഖ്ലാഖ്, എല്ലാ സ്വഭാവത്തെ നേതാവായിട്ട് കിടുന്നുണ്ട്. മനുഷ്യർക്ക് ഒരുപാട് നല്ല സ്വഭാവം കൊണ്ടു എങ്കിൽ ആ സ്വഭാവത്തെ എല്ലാത്തെ നേതാവും അത് മൗനായിട്ട് കിടും. എല്ലാ വിഷയത്തിലും അനാവശ്യത്താൻ യാറെ ഇടപെടാണ്ട് അകത്യത്തിക്ക് മാത്രം പലക്കവരെ മൗനി ആ മൗന പാലിക്കട ആൾ അത് നല്ലൊരു സ്വഭാവത്തെ ഒരു ഉടമയായിട്ട് കിടും. ഇന്നൊരു ഹദീസ് കാണ്ട് അസ്സുംതു ഹിക്മത്തുൻ, മൗന പാലിക്കുന്നത് ഒരു ഹിക്മത്തായിട്ട് കിടും, ഒരു തന്ത്രകാരിക്കായിട്ട് കിടും. ഖലീലുൻ ഫായിലുഹു, അതിലെ പ്രവർത്തിക്കട ആൾമാർ കുറടിയായിട്ട് കിടാറ്. എല്ലാവർക്കും പലക്ക വരണം, അനാവശ്യം കുറേ ഇങ്ങനെ പലക്ക വരും. അപ്പോൾ അങ്ങനെ അനാവശ്യ പലക്ക വരണ്ടിട്ട് അകത്യത്ത് പലക്ക വരരുത്. അത് ചെയ്യങ്ങ് ഭാര്യ കുറടിയായിരിക്കണ വാസ്തവത്തിൽ അത് ഒരു ഹിക്മത്തായിട്ട് കിടും. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാലായനി, പിന്നെ ഒരു മുസ്ലിമായ വ്യക്തിരെ അവൻ്റെ ആ ഇസ്ലാം ദീൻ്റെ ഒരു ചന്തത്തിൽപ്പെട്ടതായിട്ട് കിട്. അവനക്ക് ആവശ്യമില്ലാത്തവരെ അവൻ വിട്ടു നിൽക്കരുത്, അനഗത്യ പലക്ക വരേണ്ടത് നിൽക്കരുത്. അതവൻ്റെ ദീൻ്റെ ചന്തത്തിൽപ്പെട്ടതായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അപ്പോൾ പലക്ക യാറാകുമ്പോൾ ദോഷം യാറായിട്ട് പോകണ്ടല്ലേ, അതൊക്കെയായിട്ട് അഗത്യത്ത് പലക്ക വരിക, അനഗത്യമായ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടാണ്ട് വെക്കുന്നതായിട്ട് ഹൈർ. ചില ആൾമാർക്ക് കുറേ ഇങ്ങനെ പലക്ക വരണം, പിന്നെ പലക്ക വഞ്ഞിട്ട് ലാസ്റ്റ് അതിനെല്ലാം പലതും ചെന്ന് പോകണ്ടു, അങ്ങനെ അത് പല ദോഷത്തും കാരണമാവും. ഇന്നൊരു ഹദീസ് കാണും, ഒമൻ മസഹ ഉസ്തുഹിഫ ബിഹി, ഒരാൾ കണക്കാണ്ട് ഏറെ കോമഡിയാക്കുക തുടങ്ങിയിട്ട് എങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ നിസ്സാരമാക്കപ്പെട്ടു, മനുഷ്യന്മാരുടെ ഇടയിൽ ബലയ്ക്കില്ല. കണക്കാണ്ട് ഏറെ പലക്ക പറഞ്ഞിട്ടായെങ്കിൽ, അതുപോലെ അനഗത്യമായിട്ട് എല്ലാ വിഷയത്തിൽ ഇടപെട്ടെങ്കിൽ, അതുപോലെ പിന്നെ ചില ആൾമാർക്ക് ഒരു സ്വഭാവമുണ്ട്, ഇപ്പോൾ ഒന്നൊക്കെ കോമഡി ആക്കേണ്ടിക്കിടെ. കോമഡി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ആക്കിയിടും. മനുഷ്യന്മാർ ബോറാകുമ്പോഴത്തിൽ കോമഡി എല്ലാം ആക്കാം, പക്ഷെ അത് കളവ് ചെന്നിട്ട് കോമഡി ആക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ചെന്നിട്ട് കോമഡി ആക്കേണ്ടത്. അതേ സന്ദർഭത്തിൽ അങ്ങനെ കോമഡിയൻ ആയിട്ട് ജീവിക്കുന്ന ആൾമാർ അങ്ങനെ ഉഷാറായെങ്കിൽ പിന്നെ അങ്ങനെ മനുഷ്യന്മാർ നിസ്സാറായിട്ട് കാണാറ്. വേറെ എന്തെങ്കിലും വിഷയത്തിൽ അയാളുടെ നിസ്സാറാക്കപ്പെട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. അപ്പോൾ പിന്നെ പലക്കയാറാകുമ്പോൾ ബാക്കിയെല്ലാം കോമഡിയും കളവും ഫിത്നയും ഫസാദെല്ലാം പണ്ട് അതിനാണ്ട് നല്ലെന്തരെ അകത്യത്താൻ്റെ പലക്ക പറയാണ്ട് മൗനമായിട്ടിക്കടത്. ബഹുമാനപ്പെട്ട പിന്നെ അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു തആല അസ്സലുൽ റിഫായി ഷേഖ് പറഞ്ഞാൽ ഒരു പിന്നെ കിരാവിടട്ട ഒരു മോണ്ടട്ട ഒരു ശർക്കരട്ട കേടത്തിൽ നിൻ്റെ പേരെന്തര മോനായിട്ട് കേട്ടപ്പോൾ ആ കിരാവ് ചെന്തുല എൻ്റെ പേര് കേട്ട് നിങ്ങൾക്ക് എന്താവുണ്ടോ, അതിനാണ്ട് എന്തെങ്കിലും അള്ളാഹുവിനായിട്ടൊരു ദിക്റ തസ്ബിയ ചെന്നെങ്കിൽ നിങ്ങൾക്ക് ആഖിറത്തിൽ ഉപകാരം കിട്ടുമല്ലേ. ഇത് കേട്ട് അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ ആ പലക്കത്തെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. വിഷയം കറക്റ്റല്ലേ, അവൻ്റെ പേര് കേട്ട് എന്നൊക്കെ എന്താവുണ്ട്, അവൻ്റെ പേര് അറിഞ്ഞിട്ട് എന്നൊക്കെ എന്താവുണ്ട്. അതിനാണ്ട് ആ സമയത്തിൽ റബ്ബുക്ക് ഒരു തസ്ബീ ചെന്നെങ്കിൽ ആഖിറത്തിൽ ഒരു ദിക്ർ ചെന്നെങ്കിൽ ആഖിറത്തിൽ നമുക്ക് ഫലം കിട്ടുമല്ലേ, കൂലി കിട്ടുമല്ലേ, ഒരു കൊറിയ നാളത്തെ ജീവിതമല്ലേ ദുനിയാവുള്ളൂ. ഇങ്ങനെ വിചാരിച്ച് ചിന്തിച്ചിട്ട് സമ്പൂർണ്ണമായിട്ട് മൗനത്ത് വിചാരിക്കുന്നുണ്ട്. പിന്നെ ആരട്ടും ഫലക്ക വരലില്ല, അഗത്യത്താൻ്റെ ആരെ ഫലക്ക വരലില്ല. പിന്നെ ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞാൽ സന്ദർശിക്കുക വന്നപ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ സലാം അടക്കല്ലാണ്ട് എന്തും പലക്ക പറഞ്ഞിട്ടില്ലാണ്ട് കുറേ നോക്കിയിട്ടാകുമ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം ചെന്തുല ഒരുപാട് മഹാന്മാരെ ഞാൻ സന്ദർശിച്ചില്ല, പക്ഷേ
റിഫായ് ഷേഖിനെ പോലത്തെ ഒരു മൗനിയായ ആളെ നാം കണ്ടിട്ടില്ല, ഇത്രയും നാട് സൂക്ഷിക്കുന്ന ആളെ നാം കണ്ടിട്ടില്ല. അപ്പോൾ അത്തരം പിന്നെ അനഗത്യത്ത് ഫലക്കെ വരെയಂಟು അകത്യത്ത് മാത്രം ഫലക്കെ വരെ എത്രയോ മഹാന്മാരുള്ളാർ നാവിടെ വല്ലാത്ത സൂക്ഷിക്കാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ബർക്കത്ത് അങ്ങനെ സലാമത്താക്കട്ടെ. അനഗത്യമായ ഫലക്കത്തെല്ലാം വിട്ടു നിന്നിട്ട് ആവശ്യത്തെ ഫലക്കത്ത് മാത്രം ഒത്തുകുറിച്ച് ജീവിക്കുക. നമുക്ക് അള്ളാഹു ആ സ്വഭാവത്തെ അനുഗ്രഹിക്കട്ടെ. നല്ല എല്ലാ കാര്യത്തും അള്ളാഹു ബർക്കത്താക്കട്ടെ. ആമീൻ.